ദൗത്യമാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. നമുക്കറിയാം, പെരുമ്പാവൂരിൽ നമ്മുടെ MLA ആയിരുന്നു, പ്രിയങ്കരനായ MLA ആയിരുന്നു ശ്രീ എൽദോസ് കുന്നപ്പള്ളി. അദ്ദേഹം ആ സ്ഥാനത്ത് അദ്ദേഹം മത്സരിക്കുന്നില്ല. മനോജ് മൂപ്പേരനാണ് സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എൽദോസ് കുന്നപ്പള്ളി നല്ല രീതിയിൽ പ്രവർത്തനം നടത്തിയ ഒരു MLA ആണ്. ഞാൻ അദ്ദേഹത്തെ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിച്ചു. കുറെ പേര് പറഞ്ഞു എൽദോസ് ഇപ്പോ സ്വതന്ത്രരാവും, എൽദോസ് ഇപ്പോ അവിടെ പോയി മത്സരിക്കും, ഇവിടെ പോയി മത്സരിക്കും. ഞാൻ എല്ലാവരോടും പറഞ്ഞു, എൽദോസ് അടിമുടി ഒരു കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസിന്റെ കൂടെ UDFന്റെ കൂടെ ഉറച്ചു നിൽക്കും. രാഷ്ട്രീയത്തിൽ ചിലപ്പോൾ നമുക്ക് അപ്രിയങ്ങളായ തീരുമാനങ്ങൾ ഉണ്ടാകും. ആ തീരുമാനങ്ങൾ നമ്മുടെ പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങളാണ്. ഏറ്റവും കൂടുതൽ അപ്രിയങ്ങളായ തീരുമാനങ്ങൾ ചുണ്ടിനും കപ്പിനും ഇടയിൽ വെച്ച് ഒരുപാട് സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്തൊന്നും പോയില്ലല്ലോ. ശക്തിയോടുകൂടി തിരിച്ചു വന്നു. എൽദോസ് കുന്നപ്പള്ളിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഏൽപ്പിക്കും. അത് MLA-യുടെ പദവിയേക്കാൾ ഉയർന്ന പദവി ഉണ്ടാകും. ഞങ്ങൾ അദ്ദേഹത്തെ പൂർണ്ണമായി ചേർത്ത് നിർത്തും. ഞങ്ങളെല്ലാം, ഞാനും ബെന്നിച്ചേർത്തും ഞങ്ങളെല്ലാവരും ഉൾപ്പെടെ ഞങ്ങളുടെ ഇളയ സഹോദരനായി ചേർത്ത് അതെന്തായാലും അടുപ്പ് ചൂടാക്കണ്ട. എൽദോസിനെ പഠിക്കുന്നു കിട്ടില്ല, അത് ബോധ്യപ്പെടുത്തി കൊടുത്തില്ല. പ്രത്യേകമായി എന്നെ അഭിനന്ദിക്കാനായി മനോജ് മൂപ്പേരൻ സ്ഥാനാർത്ഥിയായി എന്നെ വിസ്മയിപ്പിച്ചിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനും ജനപ്രതിനിധിയുമാണ് മനോജ് മൂപ്പേരൻ. ഈ കേരളം കണ്ട ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരിൽ ഒരാളായി മനോജ് മൂപ്പേരൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നപ്പോൾ ചെയ്ത കാര്യങ്ങൾ മാത്രം. പ്രതിപക്ഷ BD സതീശനാമ എന്താണ് അവിടെ ഇലക്ഷൻ കമ്മീഷൻ സംസാരിക്കുകയാണ്. എൽദോസ് കുന്നപ്പള്ളി വളരെ മികച്ച MLA ആയിരുന്നു എന്നൊക്കെ പറയണം. പക്ഷെ അപ്പോഴും സ്ഥാനാർത്ഥി ആരെ വെക്കണമെന്നത് അതത് പാർട്ടികളുടെ തീരുമാനമാണെങ്കിൽ കൂടിയും നന്നായി പ്രവർത്തിക്കുന്ന ഒരു MLA മാറ്റി മറ്റൊരാളെ കൊണ്ടുവരാനുള്ള സാഹചര്യം എന്താണ് എന്ന് പക്ഷേ പ്രതിപക്ഷ അവിടെ പറഞ്ഞില്ല. അവിടെ എന്തായാലും എൽദോസ് കുന്നപ്പള്ളി ഉള്ളിൽ പുറത്ത് ചിരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഉള്ളിൽ എന്തായാലും എൽദോസ് കരയുന്നുണ്ട്, ഉറപ്പ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.